ലോക പാർട്ട് 1 ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന, എല്ലാവരും അത്ഭുതത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് 30 കോടിയിൽ എങ്ങനെ ഈ സിനിമ എടുത്തു, അത് ഇമ്പോസിബിൾ ആണെന്നുള്ളത്. ഇതിനു മുമ്പ് ഇതേ സാധനം വന്നത് ARM റിലീസ് ആയപ്പോഴാണ്. ആ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 50 കോടിയിൽ താഴെയാണ്. 50 കോടിയിൽ എങ്ങനെ ഈ സിനിമ എടുത്തു, അല്ലെങ്കിൽ 50 കോടിക്കുള്ളിൽ എങ്ങനെ ഈ സിനിമ എടുത്തു എന്നുള്ളതായിരുന്നു ആ സമയത്തെ ചർച്ച. ഇതൊക്കെ നമുക്ക് തോന്നുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഇൻഡസ്ട്രികളായ തമിഴിലും തെലുങ്കിലും ഒക്കെ വരുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടാണ്. അതിന്റെയൊക്കെ ബഡ്ജറ്റുകൾ 300, 400, 500, 1000 അങ്ങനെയൊക്കെ പോകും. പക്ഷെ സിനിമ വരുമ്പോൾ ഒരു 5 കോടിയുടെ സ്റ്റഫ് പോലും ആ പടത്തിലുണ്ടാവില്ല. കാരണം അവരുടെ ബഡ്ജറ്റിൽ ഒരു 90% പോകുന്നത് ആക്ടറിന്റെ സാലറി, ഡയറക്ടറിന്റെ സാലറി അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ മലയാള സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 30 കോടിയാണെങ്കിൽ അതിൽ 5 കോടിയായിരിക്കും ഒരു പക്ഷേ സാലറി ആയിട്ട് പോകുന്നത്. ബാക്കി 25 കോടി പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ലോക എന്ന് പറയുന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലീഡായിട്ട് വരുന്നത് കല്യാണിയാണ്, നസ്ലനാണ്. ഇവരൊക്കെ തന്നെ ഒരുപാട് സാലറി മേടിക്കുന്ന ആൾക്കാരൊന്നുമില്ല. പിന്നുള്ളത് ചെറിയ ചെറിയ ഗസ്റ്റ് റോളുകളാണ്. അവർക്ക് എത്ര കൊടുക്കുന്നു നമുക്കറിയാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ ഏകദേശം ഒരു 5% അല്ലെങ്കിൽ ഒരു 10% മാത്രമായിരിക്കും ടോട്ടൽ ബഡ്ജറ്റിന്റെ സാലറി ആയിട്ട് പോകുന്നത്. ബാക്കി എമൗണ്ട് ഫുള്ള് ഇവർക്ക് പ്രൊഡക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ക്വാളിറ്റിയും അതിനനുസരിച്ച് ഇംപ്രൂവ് ആകും. മലയാളത്തിൽ വന്നിട്ട് വൻ സക്സസ് ആവുന്ന സിനിമകൾ ലോ ബഡ്ജറ്റിൽ ഇത്രയും ഹൈ ക്വാളിറ്റി സാധനങ്ങളും ഹൈ ക്വാളിറ്റി ഔട്ടും കിട്ടുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അതേസമയം നമ്മൾ തമിഴിലോ തെലുങ്കിലോ നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ ബഡ്ജറ്റിന്റെ 90% കൊണ്ടുപോകുന്നത് മെയിൻ ലീഡായിരിക്കും. ഇപ്പോൾ ഒരു വിജയ് സിനിമയോ രജനീകാന്ത് സിനിമയോ പ്രഭാസിന്റെ സിനിമയോ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ സാലറി 200 കോടി, 100 കോടി, 150 കോടിയൊക്കെയാണ്. ഇത് പോയിട്ട് ബാക്കിയുള്ള എമൗണ്ട് വേണം ഡയറക്ടറിന് കൊടുക്കാൻ. അതിന്റെ ബാക്കി വേണം ബാക്കിയുള്ള അഭിനേതാക്കൾക്ക് കൊടുക്കാൻ. 1-2 മെയിൻ ലീഡ് ഉണ്ടെങ്കിൽ പിന്നെ തീർന്ന് പടത്തിന്റെ 95% ബഡ്ജറ്റ് ആയിട്ട് തന്നെ പോയി. പിന്നുള്ള എമൗണ്ട് എല്ലാം കൂടെ കൂട്ടിപ്പറക്കി വേണം സിനിമ എടുക്കാൻ. അങ്ങനെ വരുമ്പോൾ ആ സിനിമയ്ക്ക് എത്ര ക്വാളിറ്റി ഉണ്ടാവും? ഫോർ എക്സാമ്പിൾ രജനീകാന്തിന്റെ ഒരു സിനിമ നമുക്ക് എടുക്കാം, വേട്ടയാൻ. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 160 കോടിയാണ്. അതിൽ 100 കോടി രജനീകാന്തിന്റെ സാലറിയാണ്. പിന്നുള്ളത് ബാക്കിയുള്ള ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ പോയിട്ട് ബാക്കി എത്ര രൂപ ഉണ്ടാവും ആ സിനിമ പിടിക്കാനായിട്ട്? അപ്പൊ നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഏകദേശം ഒരു 10-20 കോടി കൂടിപ്പോട്ടെ, ഒരു 50 കോടിക്കുള്ള സ്റ്റഫേ ആ സിനിമയിലുള്ളൂ. പക്ഷെ സിനിമയുടെ ബഡ്ജറ്റ് പറയുമ്പോൾ എത്രയാണ്? 160 കോടി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ 160 കോടിയുടെ സ്റ്റഫ് ആ പടത്തിലുണ്ട്. പക്ഷേ ഒരു 50 കോടിയുടെ സാധനം പോലും ആ പടത്തിലുണ്ടാവില്ല. കാരണം അവർക്ക് അത്രേ കിട്ടിയുള്ളൂ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ നൂക്ക് എരന്ന് മേടിച്ച വേറൊരു സിനിമയാണ് പ്രഭാസിന്റെ ആദിപുരുഷ്. ആ സിനിമയുടെ ബഡ്ജറ്റും ഏകദേശം 600-700 കോടിയാണ്. അവിടെയും നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വലിയ ബഡ്ജറ്റിൽ എടുത്തിട്ട് അവരെ കാണിച്ചു വെച്ചേക്കുന്നത് കൊച്ചു ടിവിയിൽ കാണിക്കുന്നേക്കാൾ അപരാധം. അവിടെയും പ്രശ്നം പറ്റി എന്താണ്? ബഡ്ജറ്റിന്റെ നല്ലൊരു ശതമാനം നല്ല ബഡ്ജറ്റിന്റെ ഏകദേശം 90% മെയിൻ നടങ്ങുള്ളൂ. അതിന്റെ ബാക്കിയുള്ളവരെ അങ്ങോട്ട് പകർത്തെടുക്കും. പിന്നെ സിനിമ പിടിക്കാനുള്ളത് ഇച്ചിരി മാത്രമാണ്. ആ ഒരു പ്രശ്നം നമ്മുടെ മലയാളത്തിലില്ല. മലയാളത്തിൽ അങ്ങനെ വൻപൻ പ്രതിഫലം വാങ്ങുന്ന നടന്മാരും നടിമാരും ആരുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റിന്റെ മാക്സിമം പെർസെന്റേജ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിൽ ഔട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും വിജയും രജനീകാന്തൊക്കെ 200 കോടി 150 കോടിയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ അത്രയും കളക്ഷൻസ് തിരിച്ച് സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന്. ഓക്കെ, ശരിയാണ്. ബിസിനസ് വൈസ് നോക്കുമ്പോൾ അത് കറക്റ്റാണ്. വിജയ്ക്ക് ഒരു 100 കോടി അല്ലെങ്കിൽ 200 കോടി കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വിജയുടെ ഏത് ഉള്ളപ്പോൾ ഇറങ്ങിയാലും 200 കോടി 300 കോടിയൊക്കെ സിമ്പിൾ ആയിട്ട് അടിക്കും. അതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് വാരിസ് എന്ന് പറയുന്ന സീരിയൽ. രജനീകാന്ത് സിനിമകളുടെ കാര്യം അത് തന്നെയാണ്. രജനീകാന്ത് 200 കോടി കൊടുക്കുകയാണെങ്കിൽ പടം ഉറപ്പായിട്ട് 400 കോടി കിട്ടും. അപ്പോൾ ഒരിക്കലും പ്രൊഡ്യൂസറിന് നഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് എമൗണ്ട് മുടക്കാൻ തയ്യാറാവുന്നത്. പക്ഷേ സിനിമയുടെ ക്വാളിറ്റി നോക്കുമ്പോൾ അവിടെ അത് കോംപ്രമൈസ്ഡ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ലോ ബഡ്ജറ്റിൽ നമ്മുടെ മലയാളികൾ എടുക്കുന്ന ഫാന്റസി ആക്ഷൻ സിനിമകളുടെ പകുതി നിലവാരത്തിൽ പോലും 300, 400, 500 കോടി ഉണ്ടായിട്ട് ബാക്കിയുള്ള ഇൻഡസ്ട്രികൾക്ക് എടുക്കാൻ കഴിയുന്നില്ല. അവിടെ എല്ലാം കണ്ടന്റിനേക്കാൾ ഇമ്പോർട്ടന്റ് അവർ കൊടുക്കുന്നത് സ്റ്റാർ വാല്യൂവിനും സ്റ്റാർഡത്തിനും ബഡ്ജറ്റിനുമാണ്. പുഷ്പ 2 എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയ്ക്ക് അല്ലു അർജുൻ മേടിച്ച പ്രതിഫലം 300 കോടിക്കും 400 കോടിക്കും അടുത്താണ്. അതായത് ഒരു സിനിമയുടെ ബഡ്ജറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ 300 കോടി ഉണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ 10 പടം കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമകൾ കണ്ടിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും മലയാള സിനിമ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, മലയാള സിനിമ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മുടെ ബഡ്ജറ്റിന്റെ 90% നമ്മൾ പ്രൊഡക്ഷൻ എടുക്കുന്നു, ബാക്കി ശതമാനം മാത്രമേ നമ്മൾ സാലറിക്ക് വേണ്ടി കൊടുക്കുന്നുള്ളൂ. അതേ കാര്യങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും ചെയ്ത് കഴിഞ്ഞാൽ മലയാള സിനിമകൾക്കുള്ള പോലെ ക്വാളിറ്റിയിൽ ബാക്കി ഇൻഡസ്ട്രികളിലും സിനിമ എടുക്കാൻ പറ്റും.